കൃപ വ്യർത്ഥമാക്കി കളയരുത്. നമ്മൾ ദൈവത്തിൽ നിന്ന് എത്ര അകലെയായിരുന്നോ അത്രത്തോളം ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിൽ നമ്മളെ തേടിയെത്തി. നമ്മൾ പാപത്തിൻ്റെ കുഴിയിൽ എത്ര അടിയിലാണോ കിടന്നിരുന്നത് അത്രത്തോളം ദൂരം ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ നമ്മളെ തേടിയെത്തി. അതുകൊണ്ട് ആ കൃപയെ നമ്മൾ പാഴാക്കി കളയരുത്. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞതിന് ശേഷം, ചില ശീലങ്ങൾ മാറ്റിയതിന് ശേഷം, ചില ബന്ധങ്ങൾ മാറ്റിയതിന് ശേഷം ഞാൻ ദൈവത്തിലേക്ക് വരാമെന്ന് ചിന്തിക്കരുത്. തൊട്ടടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. പഴയ നിയമത്തിലെ ഒരു കാര്യമാണ് പൗലോസ് പറയുന്നത്. പ്രസാദ കാലത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ദൈവം പ്രസാദിക്കുന്ന ആ ഒരു സമയം. അപ്പോൾ ദൈവം പലപ്പോഴും നമുക്ക് മറുപടി തരുന്നത് ദൈവത്തിൻ്റെ ഒരു സമയത്താണ്. നമ്മുടെ ക്ലോക്കല്ല ദൈവത്തിൻ്റെ ക്ലോക്ക്. നമ്മുടെ ക്ലോക്ക് വെച്ച് നമ്മൾ പറയും, കർത്താവ് എനിക്ക് നാളെ ഇത് വേണം, അടുത്ത ആഴ്ച എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണം, അടുത്ത മാസത്തിൽ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് നടക്കണമെന്നില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. യെശയ്യാവ് 49:8, യെശയ്യാവ് 49:8, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും നമ്മുടെ തകർന്ന കുടുംബ ജീവിതങ്ങളെയൊക്കെ ദൈവം വീണ്ടും പണിയാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തുവിലേക്ക് വരിക. പഴയ നിയമത്തിൽ പറഞ്ഞ ഒരു സമയം ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളത് കേട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് വരാം. സമയം പാഴാക്കി കളയരുത്. ഗോഡ് ബ്ലെസ് യു.